ബേസിക് PNR ക്രിയേഷൻ. ട്രാവൽപോർട്ട് സ്മാർട്ട് പോയിന്റിൽ ഒരു ബുക്കിംഗ് ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. സെർച്ച് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലൈറ്റ് ഷോപ്പിംഗ് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ റൗണ്ട് ട്രിപ്പ് അല്ലെങ്കിൽ വൺ വേ സെലക്ട് ചെയ്തിട്ട് ഒറിജിൻ സിറ്റി, ഡെസ്റ്റിനേഷൻ സിറ്റി സെലക്ട് ചെയ്യുക. മൾട്ടിപ്പിൾ എയർപോർട്ടുള്ള സിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം. ഡിപ്പാർച്ചർ ഡേറ്റ്, ഡിപ്പാർച്ചർ ടൈമിംഗ്, പ്രിഫർ ചെയ്യുന്ന എയർലൈൻ സെലക്ട് ചെയ്തു. ഇവിടെ 5 എയർലൈനുകൾ വരെ സെലക്ട് ചെയ്യാം. അഡൽട്ട് പാസഞ്ചേഴ്സിന്റെ നമ്പർ സെലക്ട് ചെയ്തിട്ട് ക്യാബിൻ എന്നിവയും സെലക്ട് ചെയ്യുക. വൺ വേ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഒറിജിൻ സിറ്റി, ഡെസ്റ്റിനേഷൻ സിറ്റി സെലക്ട് ചെയ്തു ഡേറ്റ് കൊടുക്കുമ്പോൾ റിട്ടേൺ ഡേറ്റ് ഗ്രേ ചെയ്തിട്ട് ഇരിക്കും. യാത്രക്കാരുടെ എണ്ണം 2 എന്ന് സെലക്ട് ചെയ്തിട്ട് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫ്ലൈറ്റ് ഷോപ്പിംഗ് സ്ക്രീനിൽ 113 പ്രൈസിംഗ് ഓപ്ഷനുകളും 123 ഐറ്റിനറി ഓപ്ഷനുകളും ലഭ്യമായി. പ്രൈസിംഗ് ഓപ്ഷൻ നമ്പർ 1 ഏറ്റവും ചീപ്പസ്റ്റ് ഫെയറും അതിന്റെ ഐറ്റിനറിയും കാണിക്കുന്നു. പ്രൈസിംഗ് ഓപ്ഷൻ 2-ൽ ഹാഷ് സൈനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ LCCയോ ഡയറക്റ്റ് പേയ്മെന്റ് കാരിയർ എന്ന് സൂചിപ്പിക്കുന്നു. പ്രൈസിംഗ് ഓപ്ഷൻ 3 ഒരു പ്രൈവറ്റ് ഫെയർ ആകുന്നു. ആദ്യത്തെ പ്രൈസിംഗ് കുവൈറ്റ് എയർവേസിൽ TQ എന്ന ട്രിപ്പ് കോഡ്, D ഐറ്റിനറിയുടെ ഡീറ്റെയിൽസ്, R ഫെയറിന്റെ റൂൾസ്. +1 ഇതേ ഫെയറിൽ വേറൊരു ഐറ്റിനറി ഓപ്ഷനും ഉണ്ട്. ബാക്ക് ടു പ്രൈസിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ക്ലയന്റിന് കൊട്ടേഷൻ അയക്കാൻ +TQൽ ക്ലിക്ക് ചെയ്യുക. ക്ലയന്റിന് വേണ്ടി ഐറ്റിനറി ഓപ്ഷനുകൾ +TQൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. സ്മാർട്ട് പാനലിലെ TQൽ 4 ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എല്ലാ ഓപ്ഷനുകളിൽ ബുക്ക് ഫീസ് ഉണ്ട്. ഫീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാർക്കപ്പ് ഫീസ്, ഫിക്സ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ പെർസെന്റേജ് ആയിട്ട് ചേർക്കാം. ഇവിടെ റൂളുകൾ കാണാം. ഓപ്ഷൻ ഡിലീറ്റും ചെയ്യാം. ആക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമെയിൽ ID ഫിൽ ചെയ്ത് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് ട്രിപ്പ് കോഡ് ഓപ്ഷൻസ് ഇമെയിൽ ചെയ്യാം. ക്ലോസിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫിൽറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള പ്രൈസ്, ഡിപ്പാർച്ചർ ടൈം, ജേർണി ടൈം എന്നിവ സെലക്ട് ചെയ്യാം. ആവശ്യമുള്ള എയർലൈൻസും സെലക്ട് ചെയ്യാം. ഇപ്പോൾ എയർ ഇന്ത്യ സെലക്ട് ചെയ്തു. ഡിപ്പാർച്ചർ ടൈം ഫിൽട്ടർ ചെയ്തു. അപ്ലൈഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ഫിൽട്ടർ അപ്ലൈഡ് എന്ന് കാണിക്കുന്നു. സ്ക്രീൻ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ എയർ ഇന്ത്യയുടെ 6 ഐറ്റിനറി ഓപ്ഷനുകൾ ലഭ്യമായി. ബുക്കിൽ ക്ലിക്ക് ചെയ്യാം. ഗ്രീൻ ഫെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിച്ച് കണ്ടന്റ് ആൻഡ് ബ്രാൻഡഡ് ഫെയർസ് ഡിസ്പ്ലേ ആകുന്നു. ഇതിൽ എയർ ഇന്ത്യയുടെ വിവിധ ഫെയറുകൾ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓരോ ഫെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫെയർ ഡീറ്റെയിൽസ് സൈഡിൽ ഡിസ്പ്ലേ ആകുന്നു. മാട്രിക്സിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാം ഫെയറിന്റെ ഫീച്ചേഴ്സ് വെച്ച് കമ്പാരിസൺ ചെയ്യാം. ബുക്കിൽ ക്ലിക്ക് ചെയ്യാം. TQ എന്ന ട്രിപ്പ് കോഡിൽ D ഐറ്റിനറിയുടെ ഡീറ്റെയിൽസ്, Rൽ കംപ്ലീറ്റ് ഫെയർ റൂൾസ് ലഭ്യമാണ്. ഇപ്പോൾ ബുക്കിൽ ക്ലിക്ക് ചെയ്തു. നമുക്കൊരു ഐറ്റിനറി കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2 പാസഞ്ചേഴ്സ് ചേർത്തിട്ടുണ്ട്.
PNR ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് എഡിറ്റ് കസ്റ്റമർ ഇൻഫർമേഷൻ സെലക്ട് ചെയ്തു. നെയിമിൽ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് യാത്രക്കാരുടെ പേര് ആഡ് ചെയ്യുക. നെയിം ഡെസിഗ്നേറ്റർ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്ത് അപ്ലൈ ചെയ്യുക. കോൺടാക്റ്റിൽ ഏജൻസി സെലക്ട് ചെയ്ത് ലൊക്കേഷൻ നമ്പറിൽ ഏജൻസി നമ്പറും ഏജന്റ് റെഫറൻസും കൊടുക്കുക. ടിക്കറ്റിംഗ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്തു. ടിക്കറ്റിംഗ് ടൈപ്പ് സെലക്ട് ചെയ്യുക. ഉടനെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ പാസഞ്ചർ ഓൾറെഡി ടിക്കറ്റ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സേവിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ r.initials+er എൻ്റർ ചെയ്യുമ്പോൾ ഈ ബുക്കിംഗ് ക്രിയേറ്റ് ആയി. സ്റ്റാർ ഓളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ PNRന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇവിടെ ആദ്യം കാണുന്നത് ഗാലിലിയോ PNR, ഡേറ്റ് ഓഫ് ബുക്കിംഗ്, 2 പാസഞ്ചേഴ്സിന്റെ പേരും ഐറ്റിനറി ഡിസ്പ്ലേ ആകുന്നു. IR എൻ്റർ ചെയ്തപ്പോൾ എയർലൈൻ PNR ലഭ്യമാണ്. സ്റ്റാർ VR എയർലൈനിൽ നിന്നും വെണ്ടർ റിമാർക്സ് ലഭ്യമാക്കുന്നു. PNRൽ create/edit ബുക്കിംഗ് ഫയൽ റിമാർക്സിൽ റിവ്യൂ ബുക്കിംഗ് ഫയൽ, അസോസിയേറ്റഡ് റിമാർക്സ്, അതർ റിമാർക്സ് എന്നിവ ഡിസ്പ്ലേ ആകുന്നു. വീണ്ടും PNRൽ create/edit സ്പെഷ്യൽ സർവീസസ് ക്ലിക്ക് ചെയ്യുക. പാസഞ്ചറിന്റെ നെയിം സെലക്ട് ചെയ്ത് സെഗ്മെന്റ് സെലക്ട് ചെയ്തിട്ട് SSR ടൈപ്പിൽ മീൽ കോഡ് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യം അനുസരിച്ച് ഏഷ്യൻ വെജിറ്റേറിയൻ മീൽ സെലക്ട് ചെയ്തു. ആഡിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ സെക്കൻഡ് പാസഞ്ചറിന്റെ ആവശ്യം അനുസരിച്ച് ഡയബറ്റിക് മീൽ സെലക്ട് ചെയ്തു. അടുത്തത് അതർ സർവീസ് ഇൻഫർമേഷനിൽ വെണ്ടർ കോഡിൽ എയർലൈൻ സെലക്ട് ചെയ്തിട്ട് OSI ഫീൽഡിൽ എയർലൈനിന് വേണ്ടി റിമാർക്സ് ഫിൽ ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്തിട്ട് r.initials+er കൊടുത്തു PNR സേവും എൻഡും ചെയ്യുക. ഇപ്പോൾ സ്റ്റാർ SIയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. സ്പെഷ്യൽ സർവീസ് റിക്വസ്റ്റിൽ കൊടുത്ത ഏഷ്യൻ വെജിറ്റേറിയൻ മീലും ഡയബറ്റിക് മീലും ഉണ്ട്. IR ടൈപ്പ് ചെയ്ത് അത് കൺഫേം ആയി ലഭ്യമാക്കും. അടുത്തത് നമുക്ക് യാത്രക്കാർക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് പ്രിഫർ ചെയ്യുന്ന സീറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഫ്രീ സീറ്റ് സെലക്ട് ചെയ്തിരുന്നു. സീറ്റിന്റെ മുകളിൽ കഴ്സർ ഹോവർ ചെയ്യുമ്പോൾ സീറ്റ് ഗുരുവിൽ നിന്ന് സെലക്ട് ചെയ്ത സീറ്റിന്റെ വിവരങ്ങളും റേറ്റിംഗും ലഭ്യമാകും. ഫ്രീ സീറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. സീറ്റിന്റെ കളർ കോഡിങ്ങും ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സീറ്റിന്റെ ഡീറ്റെയിൽസ് കാണാം. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത സീറ്റ് സോൾഡ് ആയിട്ടുണ്ട്. സ്മാർട്ട് പോയിന്റ് സ്ക്രീനിൽ r.initial+er ചെയ്ത്
PNR സേവ് ചെയ്യുക. സ്റ്റാർ SD-യിൽ ക്ലിക്ക് ചെയ്താൽ സീറ്റിന്റെ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നു. സ്റ്റാർ ഓളിൽ ബുക്കിംഗിന്റെ എല്ലാം ഡീറ്റെയിൽസ് ലഭ്യമാണ്. നമ്മുടെ PNR റെഡി. ഈ സെഷൻ നിങ്ങൾ ആസ്വദിച്ചെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാൻ മടിക്കേണ്ടതില്ല. ട്രാവൽപോർട്ട് GDSൽ ഹാപ്പി സെല്ലിംഗ്.